എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 42, 43 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. രണ്ടിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഇവിടെയും ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി കാണുന്ന കാഴ്ചകൾ, അതിന് ഗരുഡൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 42ാമത്തെ ശ്ലോകം നോക്കാം. കുതൂഹലേന ത്വയി മത്സകാശാദ് തത്തദ്വിശേഷശ്രുതി തത്പരായാം ആലംബ്യമന്ദാം ഗതിമായതാക്ഷി യാത്യേഷ ചിത്തജ്ഞതയാ ഗരുത്മാൻ. പദച്ഛേദം പറയാം. കുതൂഹലേന ത്വയി മത്സകാശാദ് തത്തദ്വിശേഷശ്രുതി തത്പരായാം ആലംബ്യ മന്ദാം ഗതിം ആയതാക്ഷി യാതി ഏഷ ചിത്തജ്ഞതയാ ഗരുത്മാൻ. ഇവിടെ ഗരുഡൻ ഇവർക്ക് രണ്ടുപേർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു സഹായത്തിനെ പറ്റി പറയുകയാണ്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ആയതാക്ഷി, ആയതം എന്ന് പറഞ്ഞാൽ ദീർഘം, നല്ല നീളമുള്ളതായ അക്ഷി, കണ്ണുകളോട് കൂടിയവളെ, സുന്ദരി എന്നർത്ഥം. അങ്ങനെ സുന്ദരമായ കണ്ണുകളുള്ള സത്യഭാമേ. കുതൂഹലേന മത്സകാശാദ് തത്തദ് വിശേഷശ്രുതി തത്പരായാം ത്വയി. ഭൂമിയിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് നിനക്ക് പറഞ്ഞു തരണത്? പല പല കഥകളും, പല നടന്ന കാര്യങ്ങൾ, ഓരോന്ന് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റണത്, അതുപോലെ വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ഇതൊക്കെ കാണിച്ചു തരികയാണല്ലോ. ഞാൻ എന്തൊക്കെയാണ് നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നീ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയണത്. കുതൂഹലേന, ഒട്ടും ബോറടി ഇല്ലാതെ, ഒട്ടും മടുപ്പില്ലാതെ നീ ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്. കുതൂഹലേന മത്സകാശാദ്, എൻ്റെ അടുത്ത് നിന്നും ഞാൻ പറയുന്നതായിട്ടുള്ള തത്തദ് വിശേഷ ശ്രുതി തത്പരായാം. തത്തദ് വിശേഷം, ഓരോ പ്രദേശത്തെത്തുമ്പോഴും അതിൻ്റേതായ പ്രാധാന്യങ്ങൾ, അതിൻ്റേതായ ഓരോ വിശേഷങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ നിന്നോട് സത്യഭാമയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കാൻ നീ വളരെ കൗതൂഹലത്തോട് കൂടിയിട്ട്, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എന്നെ തന്നെ നോക്കിയിരിക്കുകയുമാണ്. അതാണ് തത്തദ് വിശേഷ ശ്രുതി തത്പരായം. ഓരോ സ്ഥലങ്ങളുടെയും ഓരോ പർവ്വതങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അതാണ് തത്തദ് വിശേഷ ശ്രുതി. അതിനു വേണ്ടിയിട്ട് തത്പരായാം ത്വയി, നീ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ. സതിസപ്തമി, ഞാൻ പറയണതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നീ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, വരാൻ പോണ ഓരോ സ്ഥലങ്ങൾക്കും എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളൊരു കൗതൂഹലവും നിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തെത്തുമ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് തൻ്റെ ഭർത്താവ് തന്നോട് പറയാൻ പോണത് എന്നുള്ള മോഹത്തോടു കൂടി ഇരിക്കുന്ന നീ, അങ്ങനെ നീ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഗരുഡൻ ചെയ്യണത്? ചിത്തജ്ഞതയാ മന്ദാം ഗതിം ആലംബ്യ ഏഷ ഗരുത്മാൻ യാതി. ഏഷ ഗരുത്മാൻ, ഈ ഗരുഡൻ, ഈ വിസ്തൃതമായ ചിറകുകളോട് കൂടിയ ഗരുഡൻ ഉണ്ടല്ലോ, ആ ഗരുഡൻ എന്താ ചെയ്യണത്? ചിത്തജ്ഞതയാ, നിന്റെ മനസ്സ് വായിച്ചിട്ടാണോ എന്ന് തോന്നും വിധം. ചിത്തജ്ഞൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കുക. അങ്ങനെ അത് അറിഞ്ഞിട്ടാണോ എന്ന് തോന്നും. ഗരുഡൻ ഇപ്പോൾ മന്ദാം ഗതിം ആലംബ്യ, വളരെ പതുക്കെ, വളരെ സ്ലോ മോഷൻ എന്നൊക്കെ പറയാം, വളരെ പതുക്കെയാണ് ഈ ഗരുഡൻ പറക്കണത്. അതെന്താ വേഗത്തിൽ പറന്നാൽ? വേഗത്തിൽ പറന്നാൽ ഞാൻ ഈ കാണിച്ചു തരുന്ന സ്ഥലങ്ങളൊന്നും വേണ്ട പോലെ സത്യഭാമയെ നിനക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ പർവ്വതത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ പറയുമ്പോൾ അതൊക്കെ വിസ്തരിച്ച് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ അതൊന്നുകൂടി കാണുകയും വേണം. വേഗത്തിൽ പറന്നു പോയാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഗരുഡൻ നിൻ്റെ മനസ്സ് വായിച്ചിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, ആരുടെ മനസ്സായാലും വ്യത്യാസമൊന്നുമില്ല, ശ്രീകൃഷ്ണന് വിസ്തരിച്ച് പറയണം ഓരോരോ പ്രദേശങ്ങളെ പറ്റിയിട്ട്. സത്യഭാമയ്ക്ക് അത് മുഴുവൻ കേൾക്കും വേണം. അപ്പോൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ പ്രദേശം, അല്ലെങ്കിൽ ആ വൃക്ഷം, അല്ലെങ്കിൽ ആ പർവ്വതം, അതിനെയൊക്കെ നല്ലോണം നോക്കുമ്പോഴേ ഈ പറയലും കൂടി രണ്ടും കൂടി ചേർത്തിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു രസമുണ്ടാവുള്ളൂ, ആനന്ദമുണ്ടാവുള്ളൂ. അത് നല്ലവണ്ണം മനസ്സിലായിട്ടാണ് തോന്നുന്നു ഗരുഡൻ ഇപ്പോൾ പതുക്കെയാണ് പോണത്. വേഗത വളരെ കുറച്ചിട്ടുണ്ട്. എല്ലാം ഇഷ്ടം പോലെ നടക്കട്ടെ, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിനനുസരിച്ചാണല്ലോ ഗരുഡൻ പ്രവൃത്തികൾ ചെയ്യണത്, പറക്കണത്. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ഇച്ഛയ്ക്കനുസരിച്ചാണ്, വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ ഗരുഡൻ പറക്കണത്. നമുക്ക് വിസ്തരിച്ചിനിയും കാഴ്ചകൾ കാണാം എന്നർത്ഥം. നമുക്ക് 43ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
ആലോകനേനാദ്രിയതാം ത്വയാസൗ ഹിമാലയോ നാമ മഹീധരേന്ദ്ര ക്ഷിണോതി യസ്ത്വന്മുഖസാമ്യദർപ്പം പ്രാലേയവർഷേണ പയോരുഹാണാം. ആദ്യം പദച്ഛേദം പറയാം. ആലോകനേന ആദ്രിയതാം ത്വയാ അസൗ ഹിമാലയ നാമ മഹീധരേന്ദ്ര ക്ഷിണോതി യഹ് ത്വന്മുഖസാമ്യദർപ്പം പ്രാലേയവർഷേണ പയോരുഹാണാം. ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നു. കൈലാസപർവ്വതം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹിമാലയത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ് ഇനി വർണ്ണിക്കുന്നത്. ഹിമാലയോ നാമ മഹീധരേന്ദ്ര എന്നാണ് ഇവിടെ സുകുമാരകവി പറയണത്. കാളിദാസൻ്റെ വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്നാണ്. അവിടെ നഗാധിരാജൻ എന്ന് പറഞ്ഞു, ഇവിടെ മഹീധരേന്ദ്ര എന്ന് പറഞ്ഞു. രണ്ട് വാക്കുകളും വേറെയാണെങ്കിലും ഹിമാലയോ നാമ എന്നുള്ളത് കാളിദാസനെ കടം കൊണ്ടിരിക്കുക തന്നെയാണ് സുകുമാരകവി. ഇവിടെ ഹിമാലയത്തിനെ കാണുമ്പോൾ ഭഗവാൻ സത്യഭാമയോട് പറയാണ്, ത്വയാ അസൗ ഹിമാലയോ നാമ മഹീധരേന്ദ്ര ആലോകനേന ആദ്രിയതാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, ത്വയാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൽ കൈലാസപർവ്വതത്തിന് കാണിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ത്വയാ ആലോക്യതാം. ഇവിടെ ത്വയാ ആദ്രിയതാം, നിന്നാൽ ആദരിക്കപ്പെട്ടാലും നീ ഒന്ന് ബഹുമാനിച്ചോളൂ, ഒന്ന് ആദരിച്ചോളൂ. ആരെയാണ്? ഹിമാലയോ നാമ മഹീധരേന്ദ്ര. ഹിമാലയം എന്ന പേരുള്ള ആ പർവ്വതശ്രേഷ്ഠൻ അതാ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ പർവ്വതമാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പർവ്വതത്തിനെ നല്ലവണ്ണം വന്ദിച്ചോളൂ. ആദ്രിയതാം. എങ്ങനെയാ വന്ദിക്കേണ്ടത്? ആലോകനേന. അടുത്തു പോയൊന്നും വന്ദിക്കാൻ പറ്റില്ലല്ലോ. ഈ ഗരുഡൻ്റെ പുറത്ത് കയറി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നോക്കിക്കൊണ്ട്, കാഴ്ച കൊണ്ട്, ഇവിടെ ഇരുന്നു കൊണ്ട് കൈകൂപ്പി വണങ്ങി കണ്ണടച്ച് ആ ഹിമാലയ പർവ്വതത്തിനെ ഒന്ന് വന്ദിച്ചോളൂ എന്നാണ് ഭഗവാൻ സത്യഭാമയോട് പറയുന്നത്. അതായത് ഈ ഭാരതദേശത്തെ ഈ ദേശമാക്കി നിലനിർത്തുന്നത് ഹിമാലയ പർവ്വതമാണ്. ഹിമാലയ പർവ്വതത്തിനെ ഒരു മാനദണ്ഡമായിട്ട്, അതിർവരമ്പായിട്ടാണല്ലോ കാളിദാസൻ പറയണത്. സ്ഥിത പൃഥിവ്യാ ഇവ മാനദണ്ഡ. അത് കിഴക്കും പടിഞ്ഞാറുമുള്ള സമുദ്രങ്ങളെ സ്പർശിച്ചു നിൽക്കുന്നത് കൊണ്ട് ആ പർവ്വതം ഒരു തിണ്ട, ഒരു വരമ്പ് പോലെ, ഒരളവുകോൽ എന്ന പോലെ എന്നൊക്കെ പറയാം. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ രാജ്യമാണ്. അതാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. അളവുകോല് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങളും അളന്ന് ഇത്ര ഭാഗങ്ങൾ എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ടാവും. ഇവിടെ ഭാരതമാണ്, ഈ പർവ്വതത്തിന് ഇപ്പുറത്തുള്ള ഭാഗത്തിനെ ഭാരതവർഷം എന്നാണ് പറയേണ്ടത് എന്ന് അളന്നിട്ടേക്കണത് പോലെയാണ് ഈ പർവ്വതം അവിടെ ഒരു തിണ്ട് പോലെ. മറ്റു രാജ്യങ്ങളും ഈ രാജ്യവും തമ്മിൽ വേർപെടുത്തുന്നൊരു തിണ്ട് പോലെ ആ പർവ്വതശ്രേഷ്ഠൻ അങ്ങനെ നിലകൊള്ളുന്നത്. ആ പർവ്വതത്തിനെ നീ നല്ലവണ്ണം ഒന്ന് വണങ്ങിക്കോളൂ എന്ന് സുകുമാരകവിയുടെ വാക്കുകൾ ഭഗവാൻ പറയാണ്. പർവ്വതത്തിനെ കണ്ടൊന്ന് വന്ദിച്ചോളൂ. എന്തുകൊണ്ടാണ് അത്? ആ പർവ്വതം എന്താണ് മറ്റു ചില കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ളതൊരു അലങ്കാര പ്രയോഗമാണ്. യഹ, യാതൊരു പർവ്വതമാണോ, പയോരുഹാണാം ത്വന്മുഖസാമ്യദർപ്പം പ്രാലേയവർഷേണ ക്ഷിണോതി. പയോരുഹാണാം ത്വന്മുഖസാമ്യദർപ്പം. പയോരുഹം, പയസി രോഹന്തീതി പയോരുഹം. അതായത് വെള്ളത്തിൽ വിരിയുന്നത് താമര എന്നർത്ഥം. ഇവിടെ താമര എന്നുള്ള അർത്ഥത്തിൽ അത് രൂഢമാണ്. അപ്പോൾ താമരകൾക്ക് സത്യഭാമയുടെ മുഖവുമായിട്ടൊരു സാമ്യമുണ്ട് എന്ന് താമരകൾ വിചാരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ത്വന്മുഖ സാമ്യ ദർപ്പം. ആ സാമ്യമുള്ളത് കൊണ്ട് താമരകൾക്കൊക്കെ എന്തുണ്ട്? ദർപ്പമുണ്ട്, അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ പെട്ടെന്ന് ഇല്ലാതെയാക്കുകയാണ് ഈ പർവ്വതം ചെയ്യുന്നത്. എങ്ങനെ? പയോരുഹാണാം ത്വന്മുഖ സാമ്യദർപ്പം പ്രാലേയവർഷേണ. മഞ്ഞുമഴ പെയ്യിച്ചിട്ട്, അല്ലെങ്കിൽ മഴ പെയ്യിച്ചിട്ട് ആ ദർപ്പത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ഈ പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സത്യഭാമയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില വാക്യങ്ങളാണ്. നിൻ്റെ മുഖം പോലെയാണ് ഓരോ താമരയും എന്ന് താമര അഹങ്കാരത്തോടു കൂടി വിചാരിക്കും. പക്ഷേ വെള്ളത്തുള്ളികൾ വീണതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മഞ്ഞിൻ തുള്ളികൾ വീണതോട് കൂടിയിട്ട് താമരകളൊക്കെ കുനിഞ്ഞു പോകും. ആ വിടർന്ന സൗന്ദര്യം താമരയ്ക്ക് ഇല്ലാതെ വരും. സത്യഭാമയുടെ മുഖമാകട്ടെ നല്ല വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുകയാണ്, നല്ല സൗന്ദര്യവുമുണ്ട്. അങ്ങനെ താമരയ്ക്കുണ്ടാകുന്ന ദർപ്പത്തെ ഇല്ലായ്മ ചെയ്യാണ്
ഹിമവാൻ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യണത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിറയെ മഞ്ഞാണ്. ആ മഞ്ഞുതുള്ളികൾ ഓരോ തടാകങ്ങളിലും ചെന്ന് പതിക്കുമ്പോൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവുകളൊക്കെ കൂമ്പിപ്പോവുകയോ അല്ലെങ്കിൽ കുനിഞ്ഞു പോവുകയോ കൊഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ അവരുടെ ആ ദർപ്പത്തെ, അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ പർവ്വതശ്രേഷ്ഠനെ ഒന്നുകൂടി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഒരു സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർണ്ണന കൂടി ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കുതൂഹലേന ത്വയി മത്സകാശാത് തത്തദ്വിശേഷശ്രുതി തത്പരായാം ആലംബ്യമന്ദാം ഗതിമായതാക്ഷി യാത്യേഷ ചിത്തജ്ഞതയാ ഗരുത്മാൻ ആലോകനേനാദ്രിയതാം ത്വയാസൗ ഹിമാലയോ നാമ മഹീധരേന്ദ്ര ക്ഷിണോതി യസ്ത്വന്മുഖസാമ്യദർപ്പം പ്രാലേയവർഷേണ പയോരുഹാണാം. അങ്ങനെ ഹിമാലയ പർവ്വതത്തിനെ കാണുകയാണ് ഇപ്പോൾ ചെയ്തത്. ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ, പാർവതീദേവിയുടെ അച്ഛനാകാനുള്ള ഭാഗ്യം, അതൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.